രാഹുൽ പണി തുടങ്ങി 2014 ശേഷം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നു. അത് വരെ 10% പോലും ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാഹുൽ തന്നെ ആകണമെന്നുള്ളത് മുന്നണിയും ആലോചിക്കുന്നു എന്നറിയുന്നു. കോൺഗ്രസ് ഇപ്പോൾ തീരുമാനം എടുക്കാൻ പോകുന്നു. ഏതായാലും വിധി വന്ന 3-ാം നാൾ തന്നെ വലിയൊരു ആരോപണവുമായി. അത് 30 ലക്ഷം കോടിയുടെ അഴിമതി ആരോപണം, കുംഭകോണം എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ പറയുന്നതിൽ നിന്നും സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ ഓഹരി വിപണിയെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകളായപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ. എന്തിനാണ് ഒരു പ്രധാനമന്ത്രി, ഒരു ധനമന്ത്രി, ഒരു ആഭ്യന്തരമന്ത്രി നിങ്ങൾ ഓഹരിയിൽ നിക്ഷേപിക്കൂ, ഇതാ 4-ന് ശേഷം ഞങ്ങളിതാ അധികാരത്തിൽ വരാൻ പോകുന്നു, വലിയ ബൂം ഉണ്ടാകാൻ പോകുന്നു എന്നെങ്ങനെയാണ് പറയുക? പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നതിൽ തന്നെ ഒരു സംശയകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ദിവസങ്ങളും കണക്കുകളും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആരോപണം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കൾ നടത്തിയിരിക്കുന്നു. ഇതിനായി വ്യാജ എക്സിറ്റ് പോൾ സർവേകൾ മാധ്യമങ്ങളോട് സംപ്രേഷണം ചെയ്തു. അത് വ്യാജ എക്സിറ്റ് പോൾ സർവേകളായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരേപോലെ വിവിധ ചാനലുകളിൽ വിവിധ സർവേകൾ വരുന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഈ സർവേ നടത്തിയവരും ഇതിൽ നിക്ഷേപിച്ച വിദേശ നിക്ഷേപകരും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് കൂടിയാണ് രാഹുൽ എന്ന് ചോദിച്ചിരിക്കുന്നത്. ആ തരത്തിലേക്ക് അന്വേഷണം വേണം. ഇതിൽ JPC അന്വേഷണം വേണമെന്ന് പറയുന്നു. ജൂൺ 4-ന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഇടുമെന്നാണ് മോദിയും അമിത്ഷായും പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്കുകൾ വാങ്ങി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ 5 കോടിയോളം ആളുകൾ അല്ലേ ഈ തരത്തിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ചത് ആരാണ്? നിക്ഷേപിച്ചതിൽ അധികം ഇടത്തരക്കാരായ നിക്ഷേപകരാണ്. സാധാരണക്കാർ ഒരുപാട് യുവാക്കളുണ്ട്. അവർ ഈ തരത്തിൽ ഓഹരി എന്താ പറയുക, ഈ ബിസിനസ്സിൽ നടക്കുന്ന ചെറുകിട നിക്ഷേപകർ, അവർക്ക് വലിയ തോതിൽ നഷ്ടം വന്നു. ഈ നഷ്ടം വന്നത് ഇവരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവരൊരു പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടാവുക പ്രതിപക്ഷം. അങ്ങനെ ഒരു തെളിവ് ഈ നഷ്ടം വന്നവർ തന്നെയായിരിക്കുമല്ലോ ഇവരുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇടനിലക്കാരായി ഇവർ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും. അപ്പോൾ JPC അന്വേഷണം എന്നുള്ളൊരു ആവശ്യം അവിടെ മുന്നോട്ട് വയ്ക്കുന്നു. JPC അന്വേഷണം നേരത്തെ ഉണ്ടായ JPC അന്വേഷണങ്ങളുടെ എന്താണ് അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഹിൻഡൻബർഗ് വിഷയം വന്ന സമയം അതും വലിയ രീതിയിൽ ഉയർന്നതാണ്. അപ്പോൾ ഹിൻഡൻബർഗ് വന്നപ്പോൾ അന്വേഷിച്ചോ? ഈ JPC അന്വേഷിക്കുമായിരിക്കും എന്നൊക്കെ ഇപ്പോൾ സുജയ പറയുന്നു. JPC അന്വേഷിച്ചിട്ട് ഈ ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഇന്ത്യൻ ഓഹരി വിപണിയെ തന്നെ തകർക്കാനുള്ള ആരോപണമാണ് എന്നായിരുന്നു മോദിയുടെയും കൂട്ടരുടെയും വാദം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തെ എതിർക്കുന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. ഇനി സെബിയുടെ അന്വേഷണം പറഞ്ഞു. സെബിയുടെ അന്വേഷണം ഒരു ഘട്ടം വരെ നടത്തി. അത് കഴിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലൊന്നും സുതാര്യതയില്ലാതെ ഇത് ഇത്രയും കാലം മുന്നോട്ട് പോയി. ഇന്ന് രാഹുൽ പറയുന്നുണ്ട് പഴയ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ മോദിക്ക് എന്ന്. അതുതന്നെയാണ്, പഴയ കാലമല്ല, ഇനി അങ്ങോട്ട് കാലം മാറുന്നു. പ്രതിപക്ഷം നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ പാർലമെൻറ്റ് പഴയ പോലെ പാർലമെൻ്റ് അല്ല. എന്ത് പറഞ്ഞാലും ഈ പ്രതിപക്ഷത്തെ സ്വരമൊന്നും ഉയരുമ്പോഴേക്കും എടുത്ത് പുറത്താക്കാൻ പറ്റില്ല. ആ രൂപത്തിലല്ല. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഒരു ചെറിയ 1-2 ശബ്ദങ്ങളായിരിക്കില്ല. അപ്പോൾ പഴയ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സഖ്യകക്ഷികളായി വന്നിരിക്കുന്ന ആളുകളോ എന്താണോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം മോദിയും കൂട്ടരും നടത്തിയത് അതിൻ്റെ നേരെ എതിർ നിലപാടുള്ളവർ, അതിൽ ശക്തമായി ആ വാദം ഉന്നയിച്ചിട്ടുള്ള ജാതി സെൻസസ് എന്നുള്ളത് എൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്ന നിതീഷ് കുമാറാണ് ഇവർക്കൊപ്പം വന്നിരിക്കുന്നത്. ജാതി സെൻസസ് എന്നുള്ള ആവശ്യം ബീഹാറിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെന്ന ആവശ്യം ഇതിനകം തന്നെ JDU മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഇത് ഒരു പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം പറയുകയാണ്. അപ്പുറത്ത് UCCയുമായി ബന്ധപ്പെട്ട് എന്താണോ മോദിയും കൂട്ടരും പറയുന്നത് നേരെ വിപരീത അഭിപ്രായമാണ് നിതീഷിനുമുള്ളത്, ചന്ദ്രബാബു നായിഡുവിനുള്ളത്. ഇനി മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നെടുത്തത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നായിരുന്നല്ലോ മോദി എല്ലായിടത്തും പറഞ്ഞു നടന്നത്. മുസ്ലിങ്ങൾക്ക് 4% സംവരണം മടക്കിക്കൊണ്ടുവരും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കാനുള്ള ശക്തി ഈ 2 കൂട്ടർക്കുമുണ്ട്. ഈ 32 എന്ന കണക്കിൽ കിടന്ന് നല്ലവണ്ണം തലവേദന അനുഭവിക്കും മോദി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. ഇന്നലത്തെ NDA യോഗത്തിന് ശേഷമുള്ള മോദിയുടെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ നെഞ്ചുവിരിച്ചുള്ള നിപ്പൊക്കെ അല്പം മാറിയിരിക്കുന്നു. ഇനി ത്രയം തീരുമാനിക്കുമെന്ന്, ത്രയം മാത്രമല്ല ഇനിയും ഉണ്ടല്ലോ അങ്ങോട്ട് ചെറുകിട കൂട്ടർ, അവരുടെയൊക്കെ ആവശ്യങ്ങൾ അവിടെ മുന്നോട്ട് ഇതിനകം വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോദിയും BJP ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ BJP വെക്കണം, തങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണമെന്ന് വിചാരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ ഇപ്പുറത്തും ആവശ്യപ്പെടുന്നുണ്ട്. സ്പീക്കർ സ്ഥാനം മാത്രമല്ല ധനവകുപ്പ് അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. JD ആകട്ടെ 3 MP-മാർക്ക് 2 മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യം പറഞ്ഞു. എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അവിടെ ഉറപ്പാക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ഈ 2 കൂട്ടരായാലും അവസരം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ നല്ല കെൽപ്പുള്ളവരാണ്. അത് ചരിത്രത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അപ്പുറത്ത് മറ്റു വഴികളൊക്കെ മോദി നോക്കുമായിരിക്കാം. ഇനി പ്രതിപക്ഷവും പഴയ പോലെ വിഡ്ഢികളായി നിൽക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മാന്യവരായി നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ അതേ തന്ത്രം നമുക്ക് വേണ്ട എന്ന ആലോചനയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയം എന്നാണല്ലോ അതിന് അവർ പേരിട്ടിരിക്കുന്നത്. ആ പ്രായോഗിക രാഷ്ട്രീയം ഇവർ ഇനി നടപ്പാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്ര എളുപ്പമല്ല, മോദിക്ക് ഇനി ഒരു കാര്യവും എളുപ്പമല്ല.
Meet the editors.